ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യം, ഡൽഹിയിലേക്ക് 40,000 കോടിയുടെ നേരിട്ടുള്ള സാമ്പത്തിക സഹായ പദ്ധതി പ്രഖ്യാപിക്കാൻ ഒരുക്കി കേന്ദ്ര സർക്കാർ. നീതി ആയോഗിന്റെ നിർദ്ദേശം അനുസരിച്ച് പദ്ധതി തയ്യാറാക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ പാവപ്പെട്ടവരെ ആനുകൂല്യത്തിന് പരിഗണിക്കും. മാസവരുമാനം 5,000 താഴെ ഉള്ളവർക്ക് പണം അക്കൗണ്ടിലേക്ക് നേരിട്ടെത്തിക്കും. 2 ആഴ്ചയ്ക്കകം പദ്ധതി പ്രഖ്യാപിക്കും എന്നാണ് അറിയുന്നത്. ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ ആർ രാധാകൃഷ്ണൻ നൽകും. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ് എഗെയിൻ. രാധാകൃഷ്ണൻ, വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുക്കാൻ പോകുന്നു കേന്ദ്ര സർക്കാർ. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനൊരു തീരുമാനവുമായി നീതി ആയോഗിന്റെ ശുപാർശയിൽ സർക്കാർ മുന്നോട്ട് വരുന്നത്? ഇതിൽ ഈ പണലഭ്യത ഉറപ്പാക്കുക എന്നുള്ളത് പല ഘട്ടങ്ങളിലായിട്ട് ശുപാർശ ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്. ഇതിന് ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫർ വേണം എന്നുള്ള നിർദ്ദേശവും പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. അന്നൊക്കെ സർക്കാർ ഇതിനോട് മുഖം തിരിച്ചുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചത്. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ, പ്രത്യേകിച്ച് ഈ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന മേഖലകളിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധികളുണ്ട് എന്ന് സർക്കാരിന് ബോധ്യമായിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. ആദ്യം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് പിന്നാക്ക വിഭാഗങ്ങൾക്ക് നൽകാൻ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക്, ആ സമുദായങ്ങളിൽ പെടുന്ന ആളുകൾക്ക് ഇത്തരത്തിൽ ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫറിലൂടെ ആനുകൂല്യം നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 40,000 കോടി രൂപയുടെ പദ്ധതിയാകും ഈ പ്രഖ്യാപിക്കാൻ പോകുന്നത്. നീതി ആയോഗ് ഈ പദ്ധതി തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് നൽകി കഴിഞ്ഞു. ഇത് അംഗീകരിക്കാം എന്നൊരു ധാരണയിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നത്. ഇതിൽ ചില വ്യവസ്ഥകളുണ്ട്. 5,000 രൂപയിൽ താഴെ ആയിരിക്കണം കുടുംബങ്ങളുടെ മാസവരുമാനം. ഒപ്പം മക്കളുള്ള വീടുകളിൽ ആ കുട്ടികൾക്ക് നേരത്തെ ഈ വാക്സിനേഷനുകൾ, ഈ കോവിഡ് വാക്സിൻ മാത്രമല്ല എല്ലാ വാക്സിനേഷനുകളും നേരത്തെ ഉള്ളത് നടത്തിയിരിക്കണം. ഇനി വരുന്നതിൽ കോവിഡ് വാക്സിൻ എടുക്കണം. ഒപ്പം ഈ കുട്ടികൾ സ്കൂളിൽ പോകണം. ഇക്കാര്യവും കൂടി ഇതിന്റെ വ്യവസ്ഥയായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള കുടുംബങ്ങൾക്കായിരിക്കും ഈ ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫറിന്റെ ആനുകൂല്യം ലഭിക്കുക. എത്ര രൂപയാണ് ഇവർക്ക് നൽകുന്നത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രഖ്യാപനം അടക്കമുള്ളവ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും. ഓക്കെ, താങ്ക് യു ആർ രാധാകൃഷ്ണൻ. എന്തായാലും 40,000 കോടിയുടെ ഒരു സാമ്പത്തിക പാക്കേജുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വരും 2 ദിവസങ്ങൾക്കുള്ളിൽ എന്നാണ് ആർ രാധാകൃഷ്ണൻ റിപ്പോർട്ട് ചെയ്യുന്നത്.